ഹായ്, സ്വാഗതം. ഫിസിക്സിലെ ഡിഗ്രി ലെവൽ PYQs ആണ്. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ് എന്നാണ് ചോദ്യം. നമുക്ക് -2D തന്നിട്ടുണ്ട്. -2D എന്ന് പറയുന്നത് ലെൻസിന്റെ പവറാണ്. -2D എന്ന് പറയുന്നത് ലെൻസിന്റെ പവറാണ്. ഈ D ഡയോപ്റ്റർ ആണ്. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഇതിലൊരു നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലേ? ഈ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതെപ്പോഴും കോൺകേവ് ലെൻസ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ പവറാണ് നെഗറ്റീവിൽ വരുന്നത്. അപ്പോൾ ഇത് കോൺകേവ് ലെൻസ് ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ രണ്ട് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. കോൺവെക്സ് ലെൻസ് അല്ല എന്നത് ഉറപ്പാണ്. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് കോൺകേവ് ലെൻസിന്റെ പവറാണ്. ഇനി നമുക്ക് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കണം. ഈ ഫോക്കസ് ദൂരവും പവറും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. P is equal to 1/f. Power is equal to 1 / focal length. അല്ലെങ്കിൽ focal length is equal to 1/p. ഇവിടെ നമുക്ക് പവർ അറിയാം. പവർ എത്രയാണ്? 1/2 ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ 1/2 എന്നുള്ളത് അപ്പോൾ 0.5 എന്ന് വരും. ഈ 0.5 ഇത് മീറ്ററിലാണ് ഉള്ളത്. 0.5 മീറ്റർ ആണ്. അപ്പോൾ മീറ്ററിന് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 50 സെൻറ്റിമീറ്റർ എന്ന് വരും. 0.5 മീറ്റർ ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. അതായത് 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ആണ് ഇത്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? രണ്ടാം ചലന നിയമമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. നമുക്കറിയാം ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളാണ് ഉള്ളത്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലങ്ങളും വസ്തുവിന്റെ ചലനങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന 3 ചലന നിയമങ്ങൾ. ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് രണ്ടാം ചലന നിയമമാണ്. അതായത് F is equal to m into a. അതായത് ഫോഴ്സ് is equal to മാസ് into ആക്സിലറേഷൻ. ഇതൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് തള്ളി നീക്കേണ്ടതെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതേസമയം അൺലോഡഡ് ആയിട്ടുള്ള, അതായത് ലോഡ് കുറവായിട്ടുള്ള ഒരു വെഹിക്കിളാണ് തള്ളേണ്ടതെങ്കിൽ നമ്മൾ അത്രയും കുറഞ്ഞ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ നമ്മളിപ്പോൾ ക്രിക്കറ്റ് ബോളൊക്കെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് കൈ പുറകിലോട്ട് വലിയുന്നതിന് കാരണം അവിടെയും പ്രയോജനപ്പെടുത്തുന്നതും ഈ രണ്ടാം ചലന നിയമം ആണ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? നിക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. ശരിയാണ്. നിക്രോമിന് ഉയർന്ന ദ്രവണാങ്കവും ഉണ്ട്. ചുവന്ന ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവും നിക്രോമിന് ഉണ്ട്. എല്ലാം ശരിയായ പോയിന്റ്സ് ആണ്. നിക്രോം എന്ന് പറയുന്നത് പ്രധാനമായും നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അലോയ് ആണ്. പക്ഷേ വളരെ കുറഞ്ഞ ശതമാനത്തോളം, അതായത് 1.5% മാംഗനീസും വളരെ കുറഞ്ഞ ശതമാനം അയണും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? EOS 06 ആണ് PSLV C-54 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹം. EOS 06 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. EOS എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി 0 ആയിരിക്കും. ഒരാൾ പ്രവൃത്തി ചെയ്തു എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഒരാൾ പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ഫോഴ്സ് അയാൾ അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിലാണ് അയാൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാലാണ് പ്രവൃത്തി ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ഥാനാന്തരം. അത് നമ്മൾ S വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ വർക്കിൻ്റെ, പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്, അല്ലെങ്കിൽ ജൂൾ. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് SI യൂണിറ്റ് ആണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ആണ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ഇനി പ്രവൃത്തിയുടെ
CGS യൂണിറ്റ് എർഗാണ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ആണ് എർഗ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗാണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗാണ്. ഇനി ഈ പ്രവൃത്തി തന്നെ 3 തരം പ്രവൃത്തി ഉണ്ട്. അതായത് പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, പിന്നെ സീറോ പ്രവൃത്തി. ഒരു പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് കൊടുത്ത അതേ ദിശയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ, സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. ഇപ്പം നെഗറ്റീവ് പ്രവൃത്തിയാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ഡയറക്ഷനിലും പിന്നീട് റിസൾട്ട് വരുന്നത് തിരിച്ചുവാണെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലും ആണെങ്കിൽ അതിന് നമുക്ക് നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചു വിടുവാണെങ്കിൽ വലിക്കുന്നത് ഒരു ഡയറക്ഷനിലും, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലും റിസൾട്ട് കിട്ടുന്നത് മറ്റൊരു ഡയറക്ഷനിലും ആയിരിക്കും. അതാണ് നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. മറ്റൊന്ന് സീറോ പ്രവൃത്തി, അതായത് ഈ തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് സീറോ പ്രവൃത്തി. അതായത് ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചുമര് തള്ളുവാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സീറോ ആയിരിക്കും. സ്ഥാനാന്തരമൊന്നും ഉണ്ടാവുന്നില്ല. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലൊന്നും സ്ഥാനാന്തരം ഉണ്ടാവുന്നില്ല. അത്തരം പ്രവൃത്തികൾ നമുക്ക് സീറോ പ്രവൃത്തി എന്ന് പറയും. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമം ആണ്? പാസ്കൽസ് ലോ ആണ് ഇത്. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. പാസ്കൽസ് ലോ. എക്സ്കവേറ്ററിന്റെ, അതായത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ അടിസ്ഥാനവും പാസ്കൽസ് ലോ ആണ്. പിന്നെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ പാസ്കൽസ് ലോ ആണ്. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജാവലിൻ്റെ സഞ്ചാരം പ്രൊജക്ടൈൽ മോഷനാണ്. മിസൈലിൻ്റെ സഞ്ചാരം പ്രൊജക്ടൈൽ മോഷനാണ്. റോക്കറ്റിൻ്റെ സഞ്ചാരവും പ്രൊജക്ടൈൽ മോഷനാണ്. ഈ പ്രൊജക്ടൈൽ മോഷൻ്റെ പാത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കും, പാരാബോളിക് ഷേപ്പായിരിക്കും ഇതിന് ഉണ്ടാവുക. ഇതിന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന കോണളവാണ് 45 ഡിഗ്രി. 45 ഡിഗ്രിയിൽ വിക്ഷേപിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? GSLV ഇന്ത്യൻ നിർമ്മിതമാണ്. ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളും ഇന്ത്യൻ നിർമ്മിതമാണ്. RLV TD ഇതും ഇന്ത്യൻ നിർമ്മിത വാഹനമാണ്. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ്. ഈ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നിർമ്മിതം അല്ലാത്തത്. DLV TB. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഈ ഒരു ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബോയിൽസ് നിയമത്തെയാണ്. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഒരു വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് അതിൻ്റെ മർദ്ദം കൂടുന്തോറും വ്യാപ്തം കുറഞ്ഞു വരും, മർദ്ദം കുറയും തോറും വ്യാപ്തം കൂടും. നമ്മുടെ ഈ സ്പ്രേ പെയിൻറ് പ്രവർത്തിക്കുന്നതും സിറിഞ്ചിൻ്റെ പ്രവർത്തനവും മനുഷ്യൻ്റെ ശ്വാസകോശം പ്രവർത്തിക്കുന്നതും സൈക്കിൾ പമ്പിൻ്റെ പ്രവർത്തനവും എല്ലാം നമുക്ക് ബോയിൽസ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ വായുകുമിള വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരും തോറും അത് വലുതായി വരും. അതിൻ്റെ കാരണവും ബോയിൽസ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം ഈ കുമിള ഉയർന്നു വരുന്ന സമയത്ത് ദ്രാവകത്തിൻ്റെ ചുറ്റുമുള്ള മർദ്ദം കുറയുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ വലിപ്പം കൂടി വരുന്നത്. കാർബണിൻ്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഗ്രാഫൈറ്റ് ആണ്. കാർബണിൻ്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വമാണ് ഗ്രാഫൈറ്റ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലെ കറക്കം നിലയ്ക്കുമ്പോൾ ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുന്ന സമയത്ത് ഭൂഗുരുത്വ ത്വരണത്തിന് എന്ത് സംഭവിക്കുന്നു? ഭൂമധ്യരേഖയിലെ G കൂടുകയാണ് ചെയ്യുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ജീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് G is equal to 9.8 m/s² ആണ്. G ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ധ്രുവപ്രദേശങ്ങളിലാണ്. ധ്രുവപ്രദേശങ്ങളിൽ ഇതിൻ്റെ ജീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.83 m/s² ആണ്. അതേസമയം ഭൂമധ്യരേഖയിൽ ജീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് G is equal to 9.7
9.8 ആണ്. 9.78 m/s² ആണ് ഭൂമധ്യരേഖയിൽ ജീൻ്റെ വാല്യൂ. ഈ ഭൂമിയുടെ കറക്കം, അതായത് ഭ്രമണം നിലയ്ക്കുന്ന സമയത്ത് ജീൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ജീൻ്റെ വാല്യൂ കൂടി വരും. ജീൻ്റെ വാല്യൂ കൂടിയിട്ട് 9.83 m/s² ആയി മാറും. അതായത് ഭൂമധ്യരേഖയിലെ ജീൻ്റെ വാല്യൂ കൂടും. ഒരു കോൺകേവ് ദർപ്പണത്തിന് അതിൻ്റെ ഒപ്റ്റിക് അക്ഷത്തിൽ തിരശ്ചീനമായി പകുതിയായി മുറിച്ചാൽ അതിൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആകുന്നു. അതിൻ്റെ ഫോക്കൽ ദൂരത്തിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഇതാണ് ഒരു കോൺകേവ് മിറർ. കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉൾഭാഗമാണ്. ഈ കോൺകേവ് മിററിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അതൊരു സ്പിയറിൻ്റെ ഭാഗമാണെന്ന് കാണാം. ഒരു സ്പിയറിൻ്റെ ഭാഗമാണ് നമ്മുടെ കോൺകേവ് മിറർ. ഈ സ്പിയറിൻ്റെ സെൻറ്ററാണ് നമ്മുടെ കോൺകേവ് മിററിൻ്റെ വക്രത കേന്ദ്രം. സി എന്ന് ഡിനോട്ട് ചെയ്യാൻ നമുക്ക്. ഈ സ്പിയറിൻ്റെ, ഈ ഇമാജിനറി സ്പിയറിൻ്റെ ആരത്തിനെയാണ് നമ്മൾ ഈ മിററിൻ്റെ വക്രത ആരം അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത്. ഈ വക്രത ആരവും നമ്മുടെ ഫോക്കൽ ദൂരവും തമ്മിലൊരു ബന്ധമുണ്ട്. ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു r/2. ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു r/2. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതിനെ തിരശ്ചീനമായിട്ട് പകുതിയായിട്ട് മുറിക്കാം. ഒപ്റ്റിക്കൽ അക്ഷത്തിൽ തിരശ്ചീനമായിട്ട് പകുതിയായിട്ട് മുറിക്കാം. ഇതാണ് ഇതിൻ്റെ മിററിൻ്റെ ഒപ്റ്റിക്കൽ അക്ഷം എന്ന് പറയുന്നത്. ഇതിനെ തിരശ്ചീനമായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഈ മിറർ രണ്ടായിട്ട് മാറും. രണ്ട് കോൺകേവ് മിററായി മാറും. ഈ സെയിം മിറർ നമ്മൾ കട്ട് ചെയ്താൽ ഇതിങ്ങനെയാവും. സ്പിയറിൻ്റെ ഭാഗമായിട്ട് തന്നെ കിടക്കും. ആരത്തിന് വ്യത്യാസമൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഫോക്കൽ ദൂരത്തിന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കില്ല. കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമായത് എന്താണ്? പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സിന്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ ദൃശ്യമേഖലയിൽ കാണാനാകുന്ന ഹൈഡ്രജന്റെ സ്പെക്ട്രൽ രേഖകളുടെ ശ്രേണിയെ നമ്മൾ ബാൽമർ സീരീസ് എന്നാണ് വിളിക്കുന്നത്. ദൃശ്യമേഖലയിൽ കാണപ്പെടുന്നത് ബാൽമർ സീരീസ് ആണ്. ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തിന് നമ്മൾ എനർജി കൊടുക്കും തോറും അത് ഹയർ എനർജി ലെവലിലേക്ക് പോകും. ഇങ്ങനെ ഹയർ എനർജി ലെവലിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കുറയും. സോ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ഇത് റേഡിയേഷൻ്റെ ഫോമിൽ എനർജി എമിറ്റ് ചെയ്യും. ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റം എമിറ്റ് റേഡിയേഷൻ ആൻഡ് ദിസ് റേഡിയേഷൻ പ്രൊഡ്യൂസസ് സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിനെ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. അൾട്രാവയലറ്റ് റീജിയനിൽ കാണുന്നത് ലൈമൻ സീരീസ് ആണ്. ലൈമൻ സീരീസ് കാണപ്പെടുന്നത് അൾട്രാവയലറ്റ് റീജിയനിലാണ്. ബാൽമർ സീരീസ് വിസിബിൾ ഏരിയയിലാണ് കാണപ്പെടുന്നത്. നിയർ ഇൻഫ്രാറെഡ് റീജിയനിൽ കാണപ്പെടുന്നത് പാഷൻ സീരീസ് ആണ്. ഫാർ ഇൻഫ്രാറെഡ് മേഖലയിൽ കാണപ്പെടുന്ന സീരീസ് ആണ് ഫൺ സീരീസും ബ്രാക്കറ്റ് സീരീസും. ഇത് ഹൈഡ്രജൻ ആറ്റമാണ്. ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഷെല്ലുണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്. അപ്പോൾ നമ്മൾ എനർജി കൊടുക്കും തോറും ഈ ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ ഹയർ എനർജി ലെവലിലേക്ക് പോകും തോറും അതിൻ്റെ സ്റ്റേബിലിറ്റി കുറയും. ആ സ്റ്റേബിൾ ആകാൻ വേണ്ടി അത് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഈ എനർജി റേഡിയേഷൻ്റെ ഫോമിൽ റിലീസ് ചെയ്യും. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? അടിസ്ഥാന അളവ് അല്ലാത്തത് ഭാരമാണ്. ഭാരം അടിസ്ഥാന അളവ് അല്ല. പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവ് എന്ന് പറയുന്നത്. SI യൂണിറ്റിൽ 7 അടിസ്ഥാന യൂണിറ്റുകളാണുള്ളത്. നീളം, പിണ്ഡം, സമയം, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത. തെർമോമീറ്ററിന്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? 273.16 K. 273.16 K ആണ് കാലിബ്രേഷൻ പോയിന്റ്.
നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം എന്താണ്? നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം ഇന്റർഫെറൻസ് ആണ്. ഇന്റർഫെറൻസിന്റെ മലയാളം എന്ന് പറയുന്നത് വ്യതികരണമാണ്. ഇന്റർഫെറൻസ് അല്ലെങ്കിൽ വ്യതികരണം. ഈ ഇന്റർഫെറൻസ് സംഭവിക്കുന്നത് ഒരു ബിന്ദുവിൽ ഒന്നിൽ കൂടുതൽ പ്രകാശരശ്മികൾ ഒരേ സമയം എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണിത്. ഇത് ഇന്റർഫെറൻസ്. ഒരു ബിന്ദുവിൽ ഒന്നിൽ കൂടുതൽ പ്രകാശരശ്മികൾ ഒരേ സമയം എത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഈ വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് തോമസ് യങ് എന്ന സയന്റിസ്റ്റ് ആണ്. തോമസ് യങ് ആണ് ഇത് കണ്ടുപിടിച്ചത്, ഇന്റർഫെറൻസ് കണ്ടുപിടിച്ചത്. ഈ മയിൽപീലിയിലെ വർണ്ണങ്ങൾക്കൊക്കെ കാരണം ഈ ഇന്റർഫെറൻസ് ആണ്. താങ്ക് യു.